ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ പാർട്ടീസിലൊക്കെ കിട്ടുന്ന ഫിഷ് ഫിംഗേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഹോം മെയ്ഡ് ഡിപ്പിന്റെ റെസിപ്പി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്ന നെയ്മീന്റെ കഷ്ണങ്ങളാണ്. നിങ്ങൾക്ക് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏത് മീനിനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനെ ഞാൻ ആദ്യം ഒന്ന് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തിൻ സ്ട്രിപ്സ് ആകരുത്, കുറച്ച് കട്ടിയോടെ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമുക്കിനി ഇതിനൊരു മാരിനേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 2 ടീസ്പൂൺ സോയാ സോസും ആണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിന്റെ അകത്ത് സോൾട്ട് ആഡ് ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി സോയാ സോസിന് ആവശ്യത്തിന് സോൾട്ട് ഉണ്ട്. നമുക്കിനി ഓരോ സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കോൺഫ്ലവറിൽ നമുക്കൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിയോ ഉണ്ടെങ്കിൽ അതിലൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ റിഫൈൻഡ് ഓയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ ഡിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഒരു അര കുക്കുംബറിന്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് തൊലിയോട് കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അതിന്റെ അകത്തെ സീഡ്സ് നമ്മൾ കളയും, കാരണം അല്ലെങ്കിൽ ഇതിന്റെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അതിന്റെ കൂട്ടത്തിൽ ഒരു അര ക്യാരറ്റ്, അര സവാള, ഇത്രയും നമ്മളൊരു ചോപ്പറിൽ നന്നായി ഫൈനായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. ഇത് നന്നായിട്ട് ഇപ്പൊ ചോപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് വിനീഗറിലേക്ക് ആഡ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ എങ്കിലും ഇത് വിനീഗറിൽ സോക്ഡ് ആയിരിക്കണം. എന്നാലേ ഈ വെജിറ്റബിൾസ് നന്നായിട്ട് സോഫ്റ്റ് ആയി വരത്തുള്ളൂ. അതുപോലെ അതിന്റെ ഈ വിനീഗറിന്റെ ഫ്ലേവർ അതിൽ കിട്ടുകയും ചെയ്യത്തുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമുക്കിനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മയോണൈസ്, 1 ടീസ്പൂൺ നമുക്ക് മസ്റ്റേർഡ് സോസ്, അര ലെമണിന്റെ ജ്യൂസും സോൾട്ടും വൈറ്റ് പെപ്പറും, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം. ലാസ്റ്റിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡിപ്പ് ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് വെജിറ്റബിൾസ് നമ്മൾ സെർവ് ചെയ്യുന്നതിന് ജസ്റ്റ് മുന്നേ ഇടാവുള്ളൂ. അതുപോലെ തന്നെ നാരങ്ങ നീരിന്റെ ലെവല് കൂടിപ്പോകരുത്. ഇതുപോലെ ഇനി ഒരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് ഇനിയും ഉടൻ കാണാം. ബൈ ഫോർ നൗ.